എന്താ വിശേഷം? അപ്പ അറിഞ്ഞില്ലേ? പിണറായി വിജയൻ എന്ന് പറയുന്നത് കേട്ടപ്പോൾ എനിക്ക് ബോധം കിട്ടുപോയി. എത്ര പരിശുദ്ധനാണ് ജോസ് കെ മാണി. ജോസ് കെ മാണി മനസ്സിലാക്കണം. ആ മാണി സാറിനെയും ജോസ് കെ മാണി എന്തുമാത്രം പുലഭ്യം പറഞ്ഞ ആളാണ് പിണറായി വിജയൻ. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി, ആ ജനാധിപത്യ മുന്നണി ഇടതുപക്ഷ മുന്നണി പറയാണ് പരിശുദ്ധനാണെന്ന്. മനുഷ്യനായ നാണം. ഇന്നലെ വരെ ജോസ് കെ മാണി പരിശുദ്ധനാണെന്ന് പറഞ്ഞുകൊണ്ടിരുന്ന കോൺഗ്രസും UDF-കാരും പറയുകയാണ് ഇവരെ പോലെ വൃത്തികെട്ടവനില്ല, എന്നെ മുന്നിലിരിക്കുക. ഒരു ശത്രുവിനെ വളർത്തുന്നതെന്ന് ഞാൻ ഒരിക്കലും കരുതിയിരുന്നു. മുന്നിലിരിക്കുകയാണ് ഉമ്മൻചാണ്ടി. മാണി സാറിന്റെ ആത്മാവ് പൊറുക്കില്ല, മാണി സാറിന്റെ ആത്മാവൊക്കെ പുറത്തോളും. രാഷ്ട്രീയ പാപ്പരത്തൻ ചെന്നിത്തല, ജോസിന്റെ തീരാണ് അപക്കം മുല്ലപ്പള്ളി. എന്താ അർത്ഥം? ഇത് നമ്മുടെ കേരളത്തിലെ രാഷ്ട്രീയത്തിൽ ഏറ്റവും വലിയ അപജയമാണ്. പറഞ്ഞത് കേട്ടോടാ, അന്തസ് വേണോടാ, അന്തസ്. UDF നിൽക്കുമ്പം UDF-കാർ പറയും കൊള്ളാം, UDF വിട്ട് കഴിയുമ്പോൾ അവർക്ക് മോശം. ഈ സ്വഭാവം LDF UDF മാറ്റണം. എന്റെ ഉള്ളിലുണ്ട് സത്യവും ധർമ്മവും നീതിയും ദാഹിക്കുന്ന ഒരു ജോസ് കെ മാണി എനിക്ക് വ്യക്തിയുടെ അഭിപ്രായം പറയാം. ഞാൻ പറയുന്നു, ജോസ് കെ മാണി LDF-നോടൊപ്പം ചേർന്ന നടപടി ശരിയായില്ല എന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ആളാണ്. ഒരു പൊതുപ്രവർത്തനം പരസ്യമായി അധിക്ഷേപിക്കരുത്. അതിന്റെ രാഷ്ട്രീയ മനസ്സം നോക്കുമ്പം അയാളെ കുറ്റപ്പെടുത്താനും ഞാനില്ല. ഇങ്ങനെ പേടിക്കലടാ ആണുങ്ങളെ വില കളയാനായിട്ട്. ഇവിടെ ഒരു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ 3 മാസത്തിന്റെ കാര്യം പറഞ്ഞ് ജോസഫിന്റെ പിടിവാശിക്ക് മുമ്പിൽ വഴങ്ങിക്കൊടുത്ത് ജോസ് കെ മാണിയെ കേൾക്കാൻ പോലും തയ്യാറാകാതെ കോൺഗ്രസ് പാർട്ടി അയാളെ പുറത്താക്കി. അയാളെ പുറത്താക്കിയിട്ട് ചവിട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു. അയാളെ വാശിയോടുകൂടി തിരിച്ചു പോയി. ആളെ വഴക്കുണ്ടാക്കിയിട്ട് കാര്യമുണ്ടോ? എന്തിനയാളെ പുറത്താക്കി? പുറത്താക്കുന്നതിന് മുമ്പ് ആളോട് സംസാരിക്കാനുള്ള മര്യാദ കാണിക്കേണ്ടതല്ലായിരുന്നോ? എന്റെ കഷ്ടകാലം എന്നല്ലാതെ എന്ത് പറയാം. ജോസ് കെ മാണി പോയ കൂട്ടത്തിൽ അത് ശരിയാണ്, അതുകൊണ്ട് അങ്ങോട്ട് പോകണമെന്ന് എന്തെങ്കിലും പ്ലാൻ ഉണ്ടോ? എന്റെ പട്ടി പോവും. നിഷയെ പോലെ ഒരു കൊച്ച എന്നോട് ചോദിക്കരുത്, എന്റെ സ്വഭാവം അറിയാൻ പാടില്ലേ? ഞാൻ പറഞ്ഞല്ലോ, KM മാണി ഇതുപോലെ അപമാനിച്ച്, കോഴമാണി എന്ന് വിളിച്ച് അപമാനിച്ച് നശിപ്പിച്ച പിണറായി വിജയനെ കൊണ്ട് ഇങ്ങനെ പറയിക്കാൻ കഴിയുന്നു എന്നത് ജോസ് കെ മാണിയുടെ നേട്ടമാണെന്നാണ് ഞാൻ പറഞ്ഞത്. പിന്നല്ലാതെ ഞാൻ അയാളുടെ വക്കാലത്തൊന്നും ഏറ്റിട്ടില്ല. എനിക്കൊരു ഔദാര്യം അയാളുടെ വേണ്ട. ഇടതുപക്ഷം മുഴുവനുമല്ലേ ഞാൻ, നിങ്ങൾ പേടിക്കണ്ട. പക്ഷെ നിഷ്പക്ഷമായ ഒരു പൊതുപ്രവർത്തനയിലേ ഞാൻ സംസാരിക്കുന്നു. അങ്ങനെ പറയരുത്. പിന്നെങ്ങനെ പറയണം? അയാൾ ജോസ് കെ മാണി പോയത് ശരിയെന്നല്ല ഞാൻ പറഞ്ഞത്. ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, ജോസ് കെ മാണി LDF ചേർന്ന നടപടിയിൽ എനിക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട്. പച്ചക്കല്ലേ പറഞ്ഞു. പക്ഷേ സാഹചര്യം കണ്ടില്ല എന്ന് വെച്ച് വിചാരിക്കാൻ പറ്റുമോ? അയാൾ UDF നിന്നപ്പോൾ അയാൾ നല്ലവൻ, LDF പോയ മോശം. ഇവന്റെ ഒരു കാര്യം നീഞ്ഞു വന്നേ. ദൈവത്തെ ഓർത്ത് ചതിക്കരുത്. ഞാൻ ചോദിക്കട്ടെ, കോഴമാണി എന്ന് വിളിച്ച് നിയമസഭയ്ക്കകത്ത് എന്തെല്ലാം കാര്യം ചെയ്യും? അതേപറ്റി ശ്രീ PC ജോർജ് ഇന്ന് കാനം രാജേന്ദ്രൻ പറഞ്ഞത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരകാലത്ത് എടുത്ത നിലപാടല്ലല്ലോ ഇപ്പോൾ എടുക്കുന്നതെന്നാണ്. ഇപ്പൊ എന്തായി? എനിക്ക് നേരത്തെ അറിയായിരുന്നു മൂപ്പര് ഇങ്ങനെ തന്നെ പറയുള്ളൂ. മോളെ നിഷ, കാനം രാജേന്ദ്രനോട് ചോദ്യം. അങ്ങനെയെങ്കിൽ കഴിഞ്ഞ 1 മാസം മുമ്പാണല്ലോ കാനം രാജേന്ദ്രൻ പറഞ്ഞത് ജോസ് കെ മാണിയെ തൊട്ട കമ്പെ പോലും തൊടാൻ CPI ഇല്ലെന്ന്. ഇപ്പൊ ആ കമ്പ എവിടെ പോയി കാനം രാജേന്ദ്രൻ? ഒന്ന് പറഞ്ഞേ ഇങ്ങോട്ട്. 1000 ഭർത്താവൊന്നും കാനം രാജേന്ദ്രൻ പറയണ്ട. സ്വാതന്ത്ര്യ സമരം 1800 നടന്ന സ്വാതന്ത്ര്യ സമരവും 2020 ഒരുപോലാണോ? ഇത് മിനിങ്ങാന്ന കാനം രാജേന്ദ്രൻ പറഞ്ഞത്. 1 മാസമായില്ല. ജോസ് കെ മാണിയെ തൊട്ട കമ്പെ പോലും തൊടുന്നത് അപമാനമാണ് എന്ന് പറഞ്ഞ കാനം രാജേന്ദ്രനാണ് ഈ വകുപ്പ് ചട്ടം പറയുന്നത്. എന്ത് ചെയ്യുന്നതിന് മുമ്പും ഒന്ന് ആലോചിക്കണം. വെറുതെ എടുത്തു ചാടരുത്. എന്താ ഇപ്പൊ എടുത്തു ചാടിയാല് കുണ്ടി കുത്തി വീഴും. ധാർമ്മികമായി ഇടതുപക്ഷ മുന്നണിക്ക് ചേർന്ന ബന്ധവുമല്ല ജോസ് കെ മാണിയുടേതെന്ന് കാലം തെളിയിക്കും. അതൊക്കെ ആലോചിക്കുമ്പോഴാ എന്റെ നെഞ്ചിനകത്തൊരു പുക. ഇപ്പോ ജോസ് കെ മാണിക്ക് പോകാൻ സ്വാതന്ത്ര്യം ഉണ്ടെന്ന വ്യക്തിപരമായ കാര്യമാണ്. ഏത് രാഷ്ട്രീയ പാർട്ടിക്കും ആ പാർട്ടിയുടെ സംസ്ഥാന സമിതി ചേർന്ന് അതിൻ്റെ സ്റ്റിയറിംഗ് കമ്മിറ്റി കൂടി അല്ലെ ഭരണഘടന അനുസരിച്ച് ഏത് തീരുമാനം എടുക്കാം. ആ തീരുമാനം എടുത്ത ജോസ് കെ മാണി തെറ്റാണെന്ന് പറയാൻ എനിക്കെന്താ അവകാശം? മോളെ നിഷയ്ക്ക് എന്താ അവകാശം? അത് കോൺഗ്രസിന് എന്താ അവകാശം? അല്ല CPM-ന് എന്താ അവകാശം? അതൊക്കെ ആ പാർട്ടിയുടെ കാര്യമാണ്. പക്ഷേ പോകുന്നതിന് ധാർമ്മികതയെ പറ്റി പറയുമ്പോൾ പരസ്പര ധാർമ്മികത പറയണ്ട. അത് കാരണം ഇന്നലെ വരെ നല്ലതാന്ന് വേണ്ടി ഇന്ന് മോശം എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? നിയമസഭയ്ക്കകത്ത് നടന്ന സംഭവവികാസം ഒന്ന് ആലോചിക്കണം. നമ്മുടെ സ്പീക്കർ ശ്രീരാമകൃഷ്ണൻ ഞാൻ കണ്ടുകൊണ്ടിരിക്കുക. അങ്ങനെ ഇപ്പം ഇരിക്കുന്ന കസേര എടുത്തിടാൻ നമ്മുടെ മന്ത്രി ജയരാജൻ്റെ കൂടെ കൂട്ടുനിന്ന് പുള്ളിയാ എടുത്ത് കസേര താഴോട്ട് ഇടുക. എന്നെ സംശയിക്കരുത്. എന്താ KM മാണി ബഡ്ജറ്റ് അവതരിപ്പിക്കുന്ന പ്രശ്നം? ആ മാണിയാണ് മകനെയാണ്. മാണി ബഡ്ജറ്റ് അവതരിപ്പിച്ച് കുറ്റം പറയുന്നല്ലോ.
മാണിയാണോ കേമയുടെ മകനാണോ ഏറ്റവും കൂടുതൽ കൈക്കൂലി മേടിച്ചിട്ടുള്ളത്? അതിന് തന്നാരും വിളിച്ചില്ല. വിളിച്ചു തന്നെയല്ലേ എങ്ങനെയാ ആവശ്യത്തെ കാര്യങ്ങൾ കെ എം മാണി, ഞാൻ തുറന്നു പറയാം, ഒരു മടി വിചാരിക്കാതെ പറയാം, എനിക്ക് ഒരു കേസും വന്നോട്ടെ. ഇതിലും ഭേദം അവൻ അങ്ങനെ ഇട്ട് കണ്ട് തരുന്നതായിരുന്നു. മാണി സാർ എന്ത് പറഞ്ഞാലും ഒരു സത്യം ഉണ്ടായിരുന്നു. ഒരു 2 കോടി രൂപ റോഡാണ്, ഫൈനാൻസ് സാങ്ഷൻ വേണം, വെച്ചോണ്ടിരിക്കുക. ചെന്ന് മാണി സാറെ 10,000-15,000 ഉള്ളൂ, എന്നെ ഒന്ന് സഹായിക്കണമെന്ന് കൈകൊപ്പിയ. അന്നേരം ഇടായി ഫയൽ കൊണ്ടുവന്ന് ജോസി എന്ന് വിളിക്കും, ഫയൽ എടുത്ത് ഒപ്പിട്ട് കൈ കൊടുക്കുമായിരുന്നു. ഈ മകൻ ഭരണം തുടങ്ങിയതിന് ശേഷം 20%, 15% കമ്മീഷൻ കിട്ടാതെ ഒരു ഫയലും ഫൈനാൻസിൽ നീങ്ങിയിട്ടില്ല എന്ന സത്യം അറിയില്ലാത്ത ആരുമില്ല. അതൊന്നും എൻ്റെ അടുത്ത് കളത്തിലൊന്നും പറയണ്ട, എനിക്ക് ബോധ്യമുള്ള കാര്യമാണ്. ചർച്ചയാക്കി മാറ്റാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. അനധികൃത കോറികളുടെ ചർച്ച വരുന്നു. ഞാൻ അങ്ങോട്ട് പറയാം, കേക്ക്. ഇതൊരു നടക്ക് പോണ മാതിരില്ല. അത് ചർച്ച ചെയ്യാൻ പാടില്ല എന്ന് പറയുന്ന അർത്ഥം എന്താണ്? വർത്താനം പറയാ, മറ്റേ വർത്താനം എന്നോട് പറയരുത്. ദുരന്ത നിവാരണ അതോറിറ്റിയുടെ കോറികൾ പ്രവർത്തിക്കാൻ പാടില്ല എന്ന് നിർത്തിച്ചിട്ടുള്ള റെഡ് സോൺ നിരവധി സ്ഥലങ്ങളിലായി 25ഓളം പാറമടകൾ പ്രവർത്തിക്കുക. ആരാ ഉത്തരവാദി? ഞാനൊരു സത്യം പറഞ്ഞ് വിശ്വസിക്കൂ. എനിക്കത് ഓർമ്മയില്ല. 45 ഡിഗ്രി ചെരിവുള്ള മലയോരങ്ങളിൽ കോറി പ്രവർത്തിക്കാൻ പാടില്ല എന്നാണ് നിർദ്ദേശം. ഇത് ലംഘിച്ച് നിരവധി പാറമടകൾ നടക്കുന്നു. നിങ്ങൾ മനസ്സിലാക്കിയോ? നിങ്ങൾ മനസ്സിലാക്കേണ്ടതല്ല. കാശ്മീർ വർത്താനം വഴി ചാടിയിട്ട് കാര്യമൊന്നുമില്ല. മാതൃഭൂമി ചാനൽ അവിടെ ഇരിക്കുന്നു വിചാരിച്ച് കോറി വിരുദ്ധ ചാനലല്ല ഇത്. ഞാൻ കോറിയുടെ അനുഭാവിയുമല്ല. ഞാൻ പറഞ്ഞല്ലോ, കുമളിയിൽ നിന്ന് സ്വല്പം ഇപ്പറേ ഒരു ഒറ്റ കോറിയിൽ നിന്ന് ഒരു ദിവസം പോകുന്ന 150 ലോഡാ. ഒരു ലോഡിന് 12,000 രൂപ ലാഭം. ആ കാലമാണ് ഇൻകം ടാക്സ് പോലും കൊടുക്കുന്നത്. അന്വേഷിച്ച് പറയാമോ ഈ സർക്കാർ പിന്നെ എന്തിനാ ഇവിടെ ഇരിക്കുന്നത്? 4 ലക്ഷം രൂപ വീട് വെക്കാൻ പാവപ്പെട്ട് കൊടുക്കും. 2 ലക്ഷം രൂപയ്ക്ക് കോറി മുതലാളി തട്ടിക്കൊണ്ട് പോവാ. ഇതിലൊക്കെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി കാശ്മീർ എനിക്ക് പറയാനുണ്ട്. മുല്ലപ്പെരിയാർ. എന്റെ നെഞ്ചിൽ പാണ്ടിയും പഞ്ചാരി ഒരുമിച്ച കൊട്ട. മുല്ലപ്പെരിയാർ ഡാം എപ്പ പൊട്ടും? 125 വർഷം പഴക്കമുള്ള മുല്ലപ്പെരിയാർ ഡാം. ഒരു ഡാമിന്റെ കാലാവധി ശാസ്ത്രലോകം 50 വർഷമാണ് പറഞ്ഞിരിക്കുന്നത്. ഒരുത്തനും മിണ്ടാനില്ല. ഇപ്പൊ നാട്ടുകാരുടെ ഭാഗ്യദോഷം, അല്ലാതെ എന്ത് പറയാനാ? അല്ലേ സാർ, ഞാനത് 96 മുതൽ വഴക്കുണ്ടാക്കി നടക്കുന്നതാ. കാരണം ഇത് എന്ത് അപകടം ഉണ്ടാവും അറിയത്തില്ല. മുല്ലപ്പെരിയാർ ഡാം 125 വർഷമായി. അത് പൊട്ടിയാൽ 35 ലക്ഷം ജനമാണ് കേരളത്തിൽ മരിക്കാൻ പോകുന്നത്. അത് ചർച്ച ചെയ്യണ്ടേ? തമിഴ്നാട്, ഞാൻ ഒറ്റയാണ് കൂടെ കാശ്മീർ പറയാം എൻ്റെ വേദന. അത് വലിയ ബഹളമുണ്ടാക്കി. ഞാൻ പെറ്റീഷൻ കമ്മിറ്റി ചെയർമാനെ ഇപ്പോൾ അവിടെ പോയി വഴക്കുണ്ടാക്കി. തമിഴ്നാട് ഉദ്യോഗസ്ഥന്മാരുമായി, തമിഴ്നാട് ഗവൺമെന്റുമായി തർക്കമുണ്ടായി. തമാശ പറയാതെ അല്ല, കാര്യമായിട്ട് പറഞ്ഞതാ. ഞാൻ റിപ്പോർട്ട് കൊടുത്തു. അന്ന് സബ്ജക്ട് കമ്മിറ്റി TNJ അത് റിപ്പോർട്ട് കൊടുത്തു. ആ മുല്ലപ്പെരിയാറിന് 900 മീറ്റർ താഴെ പുതിയ ഡാം പണിയാൻ സ്ഥലം കണ്ടെത്തി. എല്ലാം ഇയാൾക്കറിയാം, ശരിയല്ലടോ? അതെ ശരിയാണ്. അപ്പോ സ്ഥലം കെട്ടിയത് തമിഴ്നാട് പറഞ്ഞു, ഈ വെള്ളം 5 ജില്ലയിലെ ഞങ്ങളുടെ ജനങ്ങളെ സംരക്ഷിക്കുന്ന ഡാമാണ്, വെള്ളം ഞങ്ങളുടേതാണ്, ആ വെള്ളം ഞങ്ങൾക്ക് വേണം, അതുകൊണ്ട് ഡാമിന്റെ പണം മുഴുവൻ പണിയാനുള്ളത് ഞങ്ങൾ തന്നോളാന്ന് പറഞ്ഞു. അവൻ പറയുന്ന കാര്യങ്ങൾ കുറെയൊക്കെ ശരിയല്ലേ? അപ്പൊ നമ്മുടെ സർക്കാർ പറഞ്ഞു വേണ്ട, പണമൊക്കെ ഞങ്ങളുടെ ഉണ്ടെന്ന് പറഞ്ഞു. ഇതുവരെ ഡാം പണിതിട്ടില്ല. ഈഗോ, കേരളത്തിന്റെ ഈഗോ. തമിഴ്നാട് സർക്കാരിന്റെ പണം കൊണ്ട് ആ ഡാം അവിടെ പണിതിരുന്നെങ്കിൽ 35 ലക്ഷം ജനത്തിനും സുഖമായിട്ട് കിടന്നുറങ്ങാൻ മേലായിരുന്നോ? ഇനി നിൽക്കേണ്ട വലിയ ഒരു നാട് ഭരിക്കാൻ വലിയ കഴിവൊന്നും വേണ്ട, പക്ഷെ ഒരു നാട് മുടിക്കാൻ കഴിവ് വേണം. ഒരു 6 ഇഞ്ച് നീങ്ങി ഒരു ചുവന്ന സ്വിച്ച് കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. ഈ സ്വിച്ചിന്റെ കാര്യമാണ്. ഈ ഉപകാരം മറന്നാലും ഞാൻ മരിക്കില്ല. ഇതൊക്കെ എന്ത്? അപ്പോ നാളെ നേരത്തെ തന്നെ ഇങ്ങോട്ട് എത്തണം കേട്ടോ? ശരി.